ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു പാക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ ഓൾറെഡി നമുക്ക് 3 ഓർഡേഴ്സ് കൺഫേം ആയിരിപ്പുണ്ട്. അതിൽ ഒരെണ്ണം പേയ്മെൻറ്റ് ഇട്ട് കൺഫേം ചെയ്തു അവർ. അപ്പോൾ അത് പാക്ക് ചെയ്തിട്ടില്ല ഒന്നും. അപ്പോൾ 3 കൂടെ ഒന്നിച്ച് അയക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ രണ്ടെണ്ണത്തിൻ്റെ പേയ്മെൻറ്റ് വന്നിട്ടില്ല. അപ്പോൾ ഓൾറെഡി സെറ്റ് ആയത് അയക്കാമെന്ന് വിചാരിച്ചു. ഒരു 11 മണി വരെ നമുക്ക് നോക്കിയിട്ട് പേയ്മെൻറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ ഇത് ഇന്നത്തെ കൊറിയറിൽ അയക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് കുറച്ച് കൂടുതൽ കമ്മലുകളുണ്ട്. ഒരു 10-28ഓളം കമ്മലുകളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാനതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി അത് പാക്ക് ചെയ്യണം. പാക്ക് ചെയ്യുന്നത് വെച്ചാൽ ഒരുപാട് തലവേദന പിടിച്ച പരിപാടിയാണ്. നമ്മൾ ഓരോന്നും എന്താ കസ്റ്റമറുടെ ചാറ്റ് നോക്കിയിട്ട് അത് തന്നെയാണെന്നൊക്കെ കറക്റ്റ് ചെയ്ത് ഡബിൾ ചെക്ക് ചെയ്തൊക്കെയാണ് നമ്മൾ അയക്കുന്നത്. കൂടുതൽ ഓർഡർ ഉള്ള സമയത്ത് നമുക്ക് കുറച്ച് ടൈം അതിന് വേണ്ടി പോകും. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം കൂടുതൽ ഓർഡർ ഉള്ള ഒരെണ്ണം കൺഫേം ആയത് പാക്ക് ചെയ്ത് വെക്കാമെന്ന് വിചാരിക്കുന്നു. ബാക്കി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർ പേയ്മെൻറ്റ് ചെയ്യുവാണെങ്കിൽ അത് ഇന്നത്തെ കുറയിൽ അത് അയക്കണം. അപ്പോൾ അത് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക്. കുട്ടൂസിനെ നനക്കുട്ടിനെ സ്കൂളിലാക്കിയതിന് ശേഷമാണ് എൻ്റെ ഒരു വർക്കിംഗ് ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ കൊറിയർ ചെയ്യാനുള്ള ഐറ്റംസ് ആണ് ഇതൊക്കെ. അപ്പോൾ കസ്റ്റമർ ഓർഡർ ചെയ്തതെല്ലാം ഞാനിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു കവറിലകത്തേക്ക് ഇത് പാക്ക് ചെയ്യണം. അപ്പോൾ ഈ പ്ലേസിംഗ് കാർഡിൽ വെച്ചിട്ടാണ് നമ്മളിത് പാക്ക് ചെയ്യുന്നത്. ഈ പ്ലേസിംഗ് കാർഡ് ഞാൻ തന്നെ ഡിസൈൻ ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്ത് ബൾക്കായിട്ട് ഞാൻ തന്നെ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ആവശ്യത്തിനനുസരിച്ച് ഇതുപോലെ ഹോളിട്ട് എടുക്കുകയാണ് പിന്നെ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് ഇത് 2 പേർക്ക് വേണ്ടിയിട്ടാണ് അവർ ഓർഡർ ചെയ്തേക്കുന്നത്. കസ്റ്റമറിനും പുള്ളിക്കാരത്തിയുടെ സിസ്റ്ററിനും വേണ്ടിയിട്ടാണ് ഓർഡർ ചെയ്തേക്കുന്നത്. അപ്പോൾ അവർക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി ഞാൻ ഓരോ സിംഗിൾ കവറിലായിട്ടാണ് പാക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കോംബോ ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കോംബോ ഓഫറിൽ ഉണ്ടായിരുന്ന 2 സെറ്റ് കമ്മലുകളും അതുപോലെ തന്നെ വേറെ കുറച്ച് കമ്മലുകളും കസ്റ്റമർ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇതൊരു 20 രൂപ മുതൽ ഒരു 45 രൂപ വരെയുള്ള റേഞ്ചിൽ വരുന്ന കമ്മലുകളാണ്. ഇങ്ങനെയുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഡെയിലി യൂസിന് പറ്റുന്ന കുഞ്ഞു കുഞ്ഞു കമ്മലുകൾ ഒരുപാടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ പർച്ചേസ് ചെയ്യാനൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. വാട്സപ്പ് നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ടൈപ്പ് കമ്മലുകൾ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കസ്റ്റമൈസ് ചെയ്തും വാങ്ങാവുന്നതാണ്. അപ്പം ഓൾറെഡി ഈ ഒരു സെക്ഷൻ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് നെക്സ്റ്റ് ഓർഡറിൻ്റെ പേയ്മെൻറ്റും വന്നു. അപ്പോൾ 2 എണ്ണം ഒന്നിച്ചാണ് ഞാൻ ഇന്ന് അയക്കാൻ പോകുന്നത്. അപ്പം ഈ ഹൂപ്പ് ഇയറിങ്സൊക്കെ നമുക്ക് ഒരുപാട് സെയിലാവുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തന്നെ വെറൈറ്റി പല ടൈപ്പിൽ സിംഗിൾ ബീഡായിട്ട് വരുന്നതും ഇതുപോലെ കെട്ടിയ ഡിസൈൻ വരുന്നതും അതുപോലെ തന്നെ ഷുഗർ ബീഡ്സിൽ വരുന്ന കമ്മലുകളൊക്കെ ഒരുപാട് അപ്പോൾ നമ്മുടെ പ്രത്യേകത എന്ന് വെച്ചെന്നാൽ ഇഷ്ടമുള്ള കളറിൽ ഇതുപോലെ കസ്റ്റമൈസ് ചെയ്തും കൊടുക്കും. നിങ്ങളുടെ ഡ്രസ്സിൻ്റെ കളർ ഏതാണോ അതിനനുസരിച്ച് നമുക്ക് കസ്റ്റമൈസ് ചെയ്തും ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനൊക്കെ ശരിക്കും പറഞ്ഞാൽ ചെറുതായിരുന്ന സമയത്ത് കമ്മലുകളൊക്കെ ഇതുപോലെ കമ്മലൊക്കെ ഭയങ്കര ക്രേസായിരുന്നു. അപ്പോൾ അങ്ങനെ ഇടുന്ന സമയത്തൊക്കെ നമ്മൾ ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രസ്സിൻ്റെ കളറിനനുസരിച്ച് ആ ഒരു കളർ ഏതെങ്കിലും ഒരു വശത്തുണ്ടെങ്കിൽ ആ ഒരു കമ്മലെടുത്തിട്ട് പോരാനാണ് നമ്മൾ പണ്ടൊക്കെ അങ്ങനെയായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ആ ഒരു ഡ്രസ്സിൻ്റെ പാറ്റേണിനനുസരിച്ച് അതിൽ എന്തൊക്കെ കളറുകൾ വന്നിട്ടുണ്ടോ അതൊക്കെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ കമ്മലുകളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ അങ്ങനെ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെയും ചിന്തിച്ചിരുന്നത് അങ്ങനെയാണ്. നമുക്ക് അങ്ങനെയൊക്കെ കിട്ടിയിരുന്നെങ്കിൽ നമുക്കിപ്പോൾ ഷോപ്പിൽ നിന്നൊരു കമ്മൽ വാങ്ങുകയാണെങ്കിലും അത് ഒന്ന് ഒടിച്ച് വളച്ച് നമ്മുടെയൊക്കെ ഇഷ്ടത്തിന് അനുസരിച്ച് ഞാൻ പണ്ട് അങ്ങനെ ചെയ്യുമായിരുന്നു. അപ്പോൾ അത് പിന്നീട് ആ ഒരു ക്രേസ് ഇങ്ങനെ നമ്മുടെ ഒരു ജോലിയായിട്ട് വന്നു. അങ്ങനെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഇതുണ്ടാക്കാൻ പഠിക്കണം. പക്ഷേ ഒരു സ്ഥലത്ത് ഞാൻ പഠിക്കാൻ പോയിട്ടില്ല. സ്വന്തമായിട്ട് തന്നെ ഓരോ മെറ്റീരിയൽസ് വാങ്ങിച്ച് ഉണ്ടാക്കി തനിയെ ഓരോ ഡിസൈൻസൊക്കെ കണ്ടുപിടിച്ച് അങ്ങനെയാണ് ഞാൻ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ ഒരു ഇതിനോടുള്ള കമ്മലുകളോടുള്ള ഒരു ക്രേസാണ് എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചത്. ഇന്നിപ്പോൾ 2 വർഷത്തിന് മേളിലായി ഞാൻ എൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട്. ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട് നമുക്ക്. ഓൾ കേരള നമുക്ക് കസ്റ്റമേഴ്സ് ഉണ്ട്. അതുപോലെ വെളിയിലോട്ടും നമുക്ക് കസ്റ്റമേഴ്സ് ഉണ്ട്. ഒത്തിരി നല്ല ഫീഡ്ബാക്ക്സ് കിട്ടാറുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെയാണ് എൻ്റെ ഹാപ്പിനെസ് എന്ന് പറയുന്നത്. നമ്മൾ ചെയ്ത് കൊടുത്തൊരു വർക്ക് ഒരാൾക്ക് ഇഷ്ടപ്പെട്ടു, അവർക്കത് ഭയങ്കര സന്തോഷമായി എന്നൊക്കെ അറിയുമ്പോഴത്തേക്ക് നമുക്കൊരു പ്രത്യേക സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അതാണ് ഈ ജോലിയുടെ ഒരു ഇതെന്ന് പറയുന്നത്. സാമ്പത്തികം എന്ന് പറയുന്നത് പുറകെ വരുന്ന കാര്യങ്ങളാണ്. കാരണം ഒത്തിരി നാൾ എടുക്കും നമ്മൾ ഇതിനകത്തുനിന്ന് ഒരു ലാഭമൊക്കെ കണ്ടെത്തി നല്ല ലെവലിലേക്ക് ആകുന്നത്. അതുവരെ നമുക്ക് ഇതിങ്ങനെ റോൾ ചെയ്ത് പോവാം. നമ്മളുടെ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ, നമ്മളൊരു ഡിസൈൻ ചെയ്തൊരു സാധനം ഒരാളിട്ടുകൊണ്ട് നിൽക്കുമ്പോൾ കാണുന്ന ഒരു ഹാപ്പിനെസ്,
അത്രയൊക്കെയാണ് ഇതിനകത്ത് നിന്ന് കിട്ടുന്നത്. അങ്ങനെയൊക്കെ ആഗ്രഹമുള്ളവർക്ക് ഇതിനകത്തേക്ക് കടന്നു വരാം. അപ്പോൾ ഞാൻ കസ്റ്റമറിന് ഒരു സ്റ്റഡും കൂടെ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഹാങ് ടൈപ്പും ഹൂപ്പ് ഇയറിങ്സും ഒക്കെ ഇതിനകത്ത് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു സ്റ്റഡും കൂടെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിപ്പോൾ പാക്ക് ചെയ്യുവാണ്. ഇങ്ങനെ നമ്മൾ ബബിൾ റാപ്പ് വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് വെച്ച് കവർ ചെയ്ത് നമ്മൾ സാധാരണ എപ്പോഴും പാക്ക് ചെയ്യുന്ന പോലെ തന്നെ അങ്ങനെ തന്നെയാണ് കൊടുക്കുന്നത്. പോസ്റ്റൽ കൊറിയറാണ്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് അയക്കാനുള്ള ഓർഡർ എന്ന് പറയുന്നത് ഇതാണ്. ഇത് കേരള സാഹിത്യ അക്കാദമിയിൽ വർക്ക് ചെയ്യുന്നൊരു മാഡത്തിനാണ്. അപ്പോൾ മാഡം 2 വർഷമായി എൻ്റെ ഒരു സ്ഥിരം കസ്റ്റമറാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കോംബോ ഓഫർ ഇട്ടിരുന്നപ്പോഴത്തേക്ക് എനിക്ക് എൻക്വയറി ചെയ്തിരുന്നു. അപ്പോൾ അതും കൂടെ ഓർഡർ പേയ്മെൻറ്റ് കൺഫേം ആയി. അപ്പോൾ ഞാൻ അതും കൂടെ പാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ പാക്കിംഗ് സെക്ഷനൊക്കെ കഴിഞ്ഞപ്പോൾ ഏകദേശം നല്ല മഴയായി. ഈ മഴയത്ത് വേണം ഇനി നമുക്ക് കൊറിയർ അയക്കാൻ പോകാനായിട്ട്. ഏകദേശം മഴയൊന്നും ഒതുങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇറങ്ങി. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്